ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റാഫലോ കൊണ്ടിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ. റാഫലോ ചോക്ലേറ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, ആ ഒരു ചോക്ലേറ്റാണ് നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒത്തിരി കാശാകും ഈ ഒരു ചോക്ലേറ്റിന്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചൊരു ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് റാഫലോ ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. സാധാരണ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാവുക. മറ്റേത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ വ്യത്യാസം. നല്ല ടേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്തെടുക്കണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തെ ചിരട്ടയൊക്കെ മാറ്റുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ചിരട്ട മാറ്റിയതിന് ശേഷം ഈ തേങ്ങയുടെ മുകളിലുള്ള ഒരു ബ്രൗൺ കളർ ഒരു തൊലി ഉണ്ടല്ലോ, അത് നമുക്ക് കത്തി ഉപയോഗിച്ച് ചെത്തി മാറ്റാം. എന്നിട്ട് ഈ ഒരു തേങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് മുറിച്ചിതേപോലെ ഇടാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് തേങ്ങയും ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മിക്സിയുടെ ചെറിയൊരു ജാറാണ്. ചെറിയ ജാർ എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ തരിതരിയായിട്ട് പൊടിച്ച് കിട്ടും. ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ തേങ്ങയും ഇതേപോലെ പൾസ് മോഡിലിട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇതിലും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ മേടിക്കുക. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം തേങ്ങ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഫ്രഷ് ആയിട്ട് ചെയ്തെടുക്കുന്ന തേങ്ങയിൽ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് ജസ്റ്റ് നട്ട്സ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ആൽമണ്ടാണ് കേട്ടോ. ഒരു 10-15 ആൽമണ്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഇതിൻ്റെ തൊലി നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആൽമണ്ട്സിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ പീൽ ചെയ്തെടുക്കാം. ശരിക്കും റാഫലോ ചോക്ലേറ്റിൻ്റെ ഉള്ളിലുള്ളതും ശരിക്കും ക്രഞ്ചി ആയിട്ടുള്ള ആൽമണ്ട് തന്നെയാണ്. അവർ ആ ഒരു ഫില്ലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളും സെയിം ആൽമണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നട്ട്സാണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്, അത് മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ ഒരു ഈർപ്പമയം മാറണം, എന്നാലല്ലേ അത് കറക്റ്റ് ആ ഒരു പരുവത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി നേരം അടുപ്പത്തിട്ട് ഇളക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തേങ്ങ പെട്ടെന്ന് കളർ മാറുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ. ജസ്റ്റ് അതിൻ്റെ ഒരു വെള്ളമയം മാറിയാൽ മാത്രം മതി. അതുപോലെ തന്നെ കളറ് ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊടിയായിട്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇനി നമുക്കതിൽ നിന്ന് പകുതി ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ട്, പകുതി വേണ്ട, ഒരു 1/4 ഭാഗത്തോളം മതി. ബാക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം കംപ്ലീറ്റ് കോട്ടായിട്ട് റൗണ്ട് ചെയ്ത് കിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു റോൾ ചെയ്യണ പരുവത്തിലാക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഓരോന്ന് നമ്മുടെ കൈയുടെ അറിയാലോ റോൾ ചെയ്തെടുക്കാനായിട്ട്. ചെറിയൊരു ബോൾ സൈസിൽ നമുക്ക് മിക്സ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ആൽമണ്ട് കൂടെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകാതെ തന്നെ നല്ല റോളായിട്ട് കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റോള് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടെ ആൽമണ്ട് ഫില്ല് ചെയ്തിട്ട് ബോൾസാക്കി ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഈസി റെസിപ്പീസ് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞങ്ങളുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പുതിയ വീഡിയോസൊക്കെ വരിവരിയായിട്ട് നല്ല എളുപ്പത്തിലുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ കൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് റാഫല ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് എളുപ്പത്തിലാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു റാഫല ചോക്ലേറ്റ് വീട്ടിൽ ചെയ്തെടുത്തതെന്നുള്ളത്. അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. കുട്ടികൾ ചോക്ലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, റിച്ച് ആയിട്ടുള്ള ഈ ഒരു റാഫല ചോക്ലേറ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള റാഫല ചോക്ലേറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ. താങ്ക്